ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ മാത്രം ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. ഒന്ന് ബറാത്ത് ദിവസത്തിലും വേറൊന്ന് ബലിപെരുന്നാളിൻ്റെ തലേ ദിവസത്തിലുമാണ് എൻ്റെ വീട്ടിൽ ഈ പായസം ഉണ്ടാക്കൽ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലും ഓരോ ടേസ്റ്റിലായിരിക്കും ഇത് ഉണ്ടാക്കൽ. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ 1.5 കപ്പ് ജീരകശാല അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. പിന്നെ ഇതാ കടലപ്പരിപ്പ് 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്താൽ മതി. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്, അതിൽ 1/2 കപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ അങ്ങനെ അത് ഒരു 3 വലിയ സവാള കൂടി അതിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം അത് കുക്കറിൽ വേവിക്കാൻ വെക്കാം. പിന്നെ ഇതാ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു 3 പച്ച തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. കുറേ ചിരക്കാനുണ്ടാകുമ്പോൾ ഗ്രൈൻഡറിൽ ചിരച്ചാൽ വേഗമാകുമല്ലോ, അതുകൊണ്ട് ഗ്രൈൻഡറിലിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി 1 കിലോ നേന്ത്രപ്പഴം, ഒരു അത്യാവശ്യം പഴുക്കണം കേട്ടോ, തീരെ പഴുക്കാണ്ടെന്നാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ചവർപ്പ് രുചി ഉണ്ടാവും. അങ്ങനെ അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 1-ാം പാലും 2-ാം പാലും, ഇത് 3-ാം പാലും 4-ാം പാലാണ്. പിന്നെ അമ്മ കഴുകിയെടുത്ത ചെറിയരി ജ്യൂസിലേക്ക് ഇട്ടിട്ട് അതും നേർത്ത തേങ്ങാപ്പാൽ ഇട്ടിട്ട് അടിച്ച് നല്ല നൈസായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ 2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് പിന്നെ കൈയെടുക്കാണ്ട് ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഈ പായസത്തിന് പറയുക. എൻ്റെ നാട്ടിൽ പറയൽ കാടിപ്പായസം എന്നാണ്, പക്ഷേ ഞങ്ങളെ വീട്ടിൽ പറയൽ ബറാത്തിൻ്റെ പായസം എന്നാണ് പറയൽ. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് ഇളക്കി നല്ലോണം വേവിച്ചെടുക്കണം. പിന്നെ ഇത് അതിലേക്ക് അരിഞ്ഞു വെച്ച പഴവും 1-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഒരുപോലെ ഇളക്കിയാൽ ആ കട്ടയൊക്കെ പോയിട്ട് നല്ല പാങ്ങിലായിട്ട് കിട്ടും. പിന്നെ ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പരിപ്പും ഉള്ളിയൊക്കെ ഇല്ലേ, അതും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ പായസമൊക്കെ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാം. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര അളവ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം ഓരോ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ വീഡിയോൻ്റെയും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം, എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ. എൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്തേര മാണിയായിട്ടാണ്. തൃക്കരിപ്പൂൻ്റെയും ചെറുവത്തൂരിൻ്റെയും നടുവിലായിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.